എന്റെ മുതലാളി, ഞാൻ ഈ കുഗ്രാമത്തിലായി പോയത് കൊണ്ടല്ലേ ഇങ്ങനെ വീട് വേണ്ടിയത് നടക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനും വിക്കാസോയെ പോലെ വലിയ ആർട്ടിസ്റ്റ് ആയേനെ. ഞങ്ങളുടെ ഭാഗ്യമെന്നല്ലാതെ എന്ത് പറയാൻ. അതുകൊണ്ടല്ലേ ഈ വലിയ കലാകാരനെ കൊണ്ട് എല്ലാ വർഷവും ഞങ്ങൾ ഈ വീട് വെളുപ്പിക്കുന്നത്. അല്ലെങ്കിൽ റോക്കിയെ വീട്ടിൽ കയറ്റിയാൽ എല്ലാം വെളുപ്പിച്ചടങ്ങുന്ന നാട്ടുകാർ പറയാറുണ്ട്. എനിക്ക് മേല ഈ നാട്ടുകാരുടെ ഒരു കാര്യം. അറിഞ്ഞോ, യൂത്ത് ഫെസ്റ്റിവലിന് ടോം മിമിക്രിക്ക് ചേർന്നു. അവന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമെന്നാ ടീച്ചർമാരും പറയണേ. അത് കൊള്ളാമല്ലോ. പഠിക്കുന്ന കാലത്ത് ഞാനും സ്കൂളിൽ ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാൻ പണ്ടേ നീ മിടിക്കുകയാണെന്ന് എനിക്കറിയാം. ആട്ടെ, എന്താടാ ടോമേ നീ അഭിനയിക്കാൻ പോകുന്നത്? ഞാൻ ഒരാളുടെ പ്രസംഗം അനുകരിക്കാൻ പോവാ. അതാരാണെന്ന് പറയാമോ? അതിനെന്താ, ആ കാര്യത്തിൽ ഞാൻ എക്സ്പെർട്ട് അല്ലേ. ഹലോ ഹലോ ടെസ്റ്റിംഗ്. ഹലോ 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 മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ, എന്റെ കയ്യിൽ കളയരുത്, പറഞ്ഞേക്കാം. സില്ലി മാറ്റർ മാം, ഇത് ഞങ്ങൾ മൈക്കാക്കി കഴിഞ്ഞു. ഹലോ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ പ്ലീസ്. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെ തനി ശബ്ദം. കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോളമായിരുന്നു സൂര്യൻ. അതിൽ നിന്നും ഒരു ഭാഗം പൊട്ടിത്തെറിച്ച് ചിഹ്നഭിന്നമായി അതിൽ നിന്നും ഒരു ശകലം അടർന്നു വീട് ഭൂമിയായി മാറി. ആ ഭൂമിയിൽ അതിശക്തമായ കാറ്റും മഴയും ഉണ്ടായി. പോയി പോയി വിദ്യാചാരല്ലേ, പെയിന്റ് ഉണങ്ങിയിട്ടില്ല. കളകളാരവും പാടുന്ന അരുവികളുണ്ടായി. പക്ഷികളും മൃഗാദികളും സബാഷ്, ഉഗ്ര മിമിക്രി, കലക്കി. ഇനി എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് പെയിന്റ് അടിച്ച് ജീവിക്കാൻ എന്നെ കിട്ടത്തില്ല. തോക്ക് കയ്യിൽ വന്നതോടെ വല്ലാത്തൊരു ധൈര്യം. ഇനി മോഷണം നടത്താൻ പോകുമ്പോ പേടിക്കണ്ടല്ലോ. ഇനി കൊള്ളയടിച്ചിട്ടാണെങ്കിലും ഒരു വിലസണം. എന്താ റോക്കി, എന്ത് വിലസുന്ന കാര്യമാ നീ പറയുന്നത്? അല്ല, ഈ കള്ളിപ്പൂച്ചയും കാട്ടുമുയലിനെയും വെടിവെച്ച് വെടിയിറച്ചു തിന്ന് വിലസുന്ന കാര്യം പറയുകയായിരുന്നു. വെടിയിറച്ചി കിട്ടിയാൽ എനിക്കും കുറച്ച് തരണം. മോനിക്കായ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കാട്ടുമുയലിന്റെ ഇറച്ചി. അക്കാര്യം ഞാൻ ഏറ്റു. ഇതൊക്കെ റോക്കിയോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? റോക്കി ചേട്ടാ, എനിക്ക് ആ തോക്കം തരാമോ? ഏയ്, ഇത് കളിത്തോക്കല്ല, പൊട്ടും. Look here. ഇത് ജർമ്മൻ തോക്കാണ്. ഇതുകൊണ്ട് പുലി, എലി, ആമ, ആന, പോത്ത്, ഓന്ത്, നീലത്തിമംഗലം, പച്ചക്കുതിര എന്നിങ്ങനെ ഭൂമിക്ക് മേലുള്ള സകല ചരാചരങ്ങളെയും വെടിവെച്ച് വീഴ്ത്താം. അമ്പമ്പോ, സർവാധിപതി. ഇതാ വലിയ വടി, ഇടിവെട്ട് വടി. ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? എനി ഡൗട്ട്? ഇല്ല ഇല്ല. ഇതാ ഇങ്ങോട്ട് നോക്കൂ. ഈ തോക്കിങ്ങനെ എടുത്തു പിടിച്ചിട്ട് തെങ്ങിന്റെ മേളിലേക്ക് നണ്ണാന് ലക്ഷ്യമാക്കി ഇങ്ങനെ വെടിവെക്കണം. എന്റെ അമ്മോ, തെങ്ങിൻ മൂട്ടിലേക്ക് മാർച്ച്.
അവരുടെ കഥ കഴിഞ്ഞോ? മിണ്ടാതിരിക്കണ പിള്ളേരെ. റോക്കി, എടാ റോക്കി, റോക്കി, എന്റെ നടുവേ ഒടിഞ്ഞു തൂങ്ങിയെന്നാ തോന്നുന്നു. ഞാൻ താൻ രാജ, இந்த உலகத்திலே ராஜா. ഞാൻ താൻ രാജ രാജ, இந்த உலகத்திலே ராஜா. രാജ പോഴ രാജ, இந்த உலகத்திലെ രാജാ. സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ഒരു സംശയം, ആന വന്നാൽ കാർലോസ് ചേട്ടൻ അടിപതറുമല്ലേ? അടിയൻ പാവം റോബിൻ മോയിലാണ്. എന്താടാ കീടമേ, കിടന്ന് ജളിയാതെ. ഇത് കണ്ടോ, ജർമ്മൻ തോക്കാണ്. ഇത് പൊട്ടിച്ചാൽ നീ വെറും ഭസ്മമായി പോകും. ഭസ്മം. മനസ്സിലായോടാ? ശരിയാണല്ലോ, ഇത് തോക്ക് തന്നെ, അസൽ തോക്ക്. ഇങ്ങോട്ട് നിന്നെയാണോ വിളിച്ചത്? എടാ നിന്നെ കുറച്ച് കാലമായി ഞാൻ തോട്ടപ്പെട്ടിട്ട്. എടാ നീ ആകെ ഉടഞ്ഞു പോയല്ലടാ ചക്ര. എന്റെ പൊന്നു പോരാ, നീ എവിടെ ആയിരുന്നടാ? എടാ നിന്നെ പിടിച്ച് സൂപ്പാക്കിയില്ലെങ്കിൽ അവന്റെ അന്തസ്സിന് കുറവായിരിക്കും. എങ്ങനെ? അവന്റെ അന്തസ്സിന് തന്നെ കുറവായിരിക്കും, ന്യൂനമായിരിക്കും. എന്റെ പൊന്നു കാർലോസ് ചേട്ടാ, ആ ചേട്ടന്റെ ഒരു നല്ല അയൽക്കാരനല്ലേ? നമ്മൾ എത്ര കാലമായി ഗോൾഡൻ സിറ്റിയിൽ കഴിയാൻ തുടങ്ങിയിട്ട്. ചേട്ടൻ രാജാവായ സ്ഥിതിക്ക് വേണേൽ ഞാൻ മന്ത്രിയായി കൂടെ കൂടിക്കൊള്ളാം. തികച്ചും വിനീത വിധേയനായി. നിന്റെ പൂതി കൊള്ളാമല്ലോ, മന്ത്രി പോലും മന്ത്രി. കാർലോസ് ചേട്ടാ, എന്താണാ എന്നെ ഉപദ്രവിക്കരുത് പൊന്നു കാർലോസ് ചേട്ടാ. ശരി, നീ ഇങ്ങനെ കരഞ്ഞപേക്ഷിക്കുമ്പോൾ എനിക്ക് വില്ലേടാ കുട്ട ഒരു മനസാക്ഷി. ഞാൻ നിന്നെ തൽക്കാലം വിടാം. പക്ഷെ ഇന്നു മുതൽ ഞാൻ നിന്നെ എന്റെ ചെലവിൽ തീറ്റിപ്പോറ്റും. ചേട്ടൻ കളിയാക്കുകയാണോ? അല്ലട ചക്രേ, നിന്നെ ഞാൻ കൊഴുപ്പിച്ചെടുത്തിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന തൂക്കവും മുഴുപ്പും വന്നിട്ട് നിന്നെ ഞാൻ സൂപ്പാക്കും. എന്തു പറയുന്നു? അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ, അല്ലാതെ ഞാൻ എന്തു പറയാനാ? ഇല്ല, ഞാൻ ചുട്ടിടും. എടാ കള്ള കാർലോസേ, നിന്നെ ഞാൻ നീ ഇത് കണ്ടോ? തുടിക്കും തുപ്പാക്കി, ഫ്രം ജർമ്മൻ, ഫ്രം കാലിഫോർണിയ, ഫ്രം ഇറ്റലി. നിന്റെ തല ഞാൻ പുകച്ചു കളയും. കൊണ്ട കളയടാ നിന്റെ പൊട്ട തോക്ക്. എന്ത് പറഞ്ഞടാ? നിന്റെ ഇത് വാങ്ങാൻ വരുത്തിയിടുന്നതിന്റെ കാര്യം. ഇങ്ങോട്ട് വാടാ. നിന്റെ നശിച്ച ചെവി പൊട്ടിപ്പോകാതിരിക്കണമെങ്കിൽ ചെവി അടച്ചു പിടിച്ചോളൂ. അസത്തെ അക്കരെ പോയാൽ ചില്ലറ കിട്ടും, ചില്ലറ കിട്ടിയാൽ അക്കരെ പോകും. ഡില്ലൻ 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 ഡില്ലൻ. എടേ, നിന്റെ ആ ഇളിഞ്ച ചിരിയൊന്ന് നിർത്തിയിട്ട് എന്റെ മുന്നിൽ വന്ന് നിന്നോണം. അല്ലെങ്കിൽ നിന്റെ തലയുടെ സിലിണ്ടർ ഞാൻ അടിച്ചളക്കും. എനിക്ക് കാലി കയറിയിട്ട് ഒരു രക്ഷമില്ല. തലയുടെ സിലിണ്ടർ ഇളക്കുമെന്നോ? എങ്കിലതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ധൈര്യമുണ്ടെങ്കിൽ നിന്റെ ഈ അവിഞ്ഞ തോക്കുകൊണ്ട് ഒന്ന് വെടിവെക്കണം. പോന്താ
എന്തു പറഞ്ഞ അഹങ്കാരി, നീയും കണ്ടതല്ലേ ജിബിയെ ഞാൻ വെടിവെച്ച് ഓടിച്ചത്? അത് നിന്നെ സഹായിക്കാറാ. എന്നിട്ടാ നീ എന്റെ മുന്നിൽ നിന്ന് ജെളിഞ്ഞു നിന്ന് ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നു. ഇഡിയറ്റ്. പഠിക്കാതെ വെക്കടാ വെടി. എന്റെ പൊന്നു റോബിൻ, എന്നെ ഈ കൊന്തമൊന്ന് പൊട്ടിക്കാൻ പഠിപ്പിച്ചതാണ്. പ്ലീസ്, ഐ വിൽ. നിന്റെ ഒരാളുടെ റിക്വസ്റ്റ് അല്ലേ? നിന്നെ ഞാൻ മന്ത്രിയാക്കാം, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാക്കാം. അപ്പോൾ എന്നെ സൂപ്പ് വെക്കുമെന്ന് പറഞ്ഞതോ? പോകല്ല, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എന്റെ പൊന്നെ, നിന്നെ ഞാൻ സൂപ്പ് വെക്കാനോ? ഒരിക്കലുമില്ല. ഇനി മുതൽ നീ പറയുന്ന പോലെ ഞാൻ കേട്ടുകൊള്ളാം. നേരോ? എങ്കിൽ ദൈവനാമത്തിൽ ചേട്ടൻ സത്യം ചെയ്യണം. ഞാൻ ഏറ്റു. സത്യം, സത്യം, അസത്യം. നീയാണ് സത്യം, സത്യം. ചേച്ചി, പൂവേട്ടാ, നിങ്ങൾ ധൈര്യമായി പോരെ. കാർലോസ് ചേട്ടൻ ഒന്നും ചെയ്യില്ല. പുള്ളി ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ കേൾക്കൂ.